എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദശകം 83 പഠിക്കാം. ഹരി ഓം. നമ്മൾ നാരായണീയം 82 ദശകം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 83ാമത്തെ ദശകം പഠിക്കാം. ഇതിലെ പൗണ്ഡ്രകവധത്തിനെ കുറിച്ചും വിവിധ വധത്തിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാം. ദശകം 83 പൗണ്ഡ്രകവധവും വിവിധ വധവും. രാമേ ച ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഭൂതാനുപേദ യമുനാദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം ന്യയും തവ പൗണ്ഡ്രക വാസുദേവ. അഥ രാമേ, അഥ അനന്തരം രാമേ ബലഭദ്രൻ, അതായത് ബലരാമൻ, ഗോകുലഗതേ ഗോകുലത്തിൽ പോയിട്ട്, അതായത് അമ്പാടിയിൽ പോയിട്ട്, പ്രമദാ പ്രസക്തേ മദാന്ധേ ഭൂതാനുപേദ യമുനാദമനെ ഗോപസ്ത്രീകളോട് കൂടിയിട്ട് ജലക്രീഡയ്ക്ക് വിളിച്ചപ്പോൾ കാളിന്തി വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ കലക്കൊണ്ട് കാളിന്തിയെ കൂടെ അടുത്തേക്ക് വരുത്തുകയാണ് ആരെ? ബലരാമൻ. സ്വൈരം സമാരമതി, സമാരമതി, സ്വൈരം സമാരമതി. അപ്പോൾ സുഖമായിട്ട് ഈ ഗോപസ്ത്രീകളൊക്കെ ആയിട്ട് ജലക്രീഡ നടത്തി എന്നുള്ളതാണ്. രമിച്ചു കഴിഞ്ഞു കൂടുന്ന കാലത്ത് പൗണ്ഡ്രക വാസുദേവൻ സേവകാദമൂഢ വാക്കുകേട്ട്, സേവകന്മാരുടെ വാക്കുകേട്ട് വിവേകം നശിക്കുന്നവനായിട്ട്, തവ ദൂതം ന്യയൂത്ത അങ്ങയുടെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. അപ്പോൾ ഈ പൗണ്ഡ്രക വാസുദേവൻ ആരാണ്? ഈ കാശി രാജ്യത്തിൻ്റെ അടുത്ത് കരുഷ രാജ്യം എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. ആ കരുഷ രാജ്യത്തിലെ രാജാവാണ് പൗണ്ഡ്രക വാസുദേവൻ. ഈ പൗണ്ഡ്രക വാസുദേവൻ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അംശാവതാരായിട്ട്, മഹാവിഷ്ണുവിൻ്റെ അംശാവതാരായിട്ട് ജനിച്ചതാണെന്നൊക്കെ ഈ പൗണ്ഡ്രക വാസുദേവൻ അറിയാം. അപ്പോൾ ഈ പൗണ്ഡ്രക വാസുദേവൻ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതിരി വേഷമൊക്കെ ധരിക്കുകയാണ്. ഞാനാണ് പൗണ്ഡ്രക വാസുദേവൻ, അല്ലാണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഹങ്കാരത്തോടു കൂടി അതുപോലെയൊക്കെ നടക്കുന്നതാണ്. എന്നിട്ട് പിന്നെ ഒരു ദൂതനെ അയച്ചിട്ട് ഭഗവാനോട് വരാൻ വേണ്ടിയിട്ട് അയക്കുന്നതാണ്. അനന്തരം ബലരാമൻ അമ്പാടിയിൽ ചെന്ന് ഗോപസ്ത്രീകളോട് കൂടി ജലക്രീഡയ്ക്ക് വിളിച്ചപ്പോൾ വരാതിരുന്ന കാളിന്തിയെ കീഴടക്കിയിട്ട് ഈ ഗോപസ്ത്രീകളുമായി സുഖമായി രമിച്ചു കഴിഞ്ഞു കൂടുന്ന കാലത്ത് പൗണ്ഡ്രക വാസുദേവൻ സേവകന്മാരുടെ വാക്ക് കേട്ട് വിവേകം നശിക്കുകയാൽ അങ്ങയുടെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഇനി രണ്ടാമത്തെ ശ്ലോകം. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമോ ധൽസേ കില ത്വമഭിമാമകലക്ഷണാനി ഉത്സൃജ്യതാനി ശരണം വ്രജമാമിതി ത്വാം ദൂതോ ജഗാദ സകല ഹസിത സഭായാം. ഇഹ ഭൂമോ, ഈ ഭൂമിയിലെ അവതീർണ നാരായണ അഹം അസ്മി, അതായത് ഈ ഭൂമിയിലെ അവതീർണ എന്ന് പറഞ്ഞാൽ അവതരിച്ചിട്ടുള്ള നാരായണ മഹാവിഷ്ണു അഹം അസ്മി, ഞാനാകുന്നു. പൗണ്ഡ്രക വാസുദേവൻ പറയുന്നതാണ്. ത്വം അതി, നീയും മാമക ലക്ഷണാനി ധൽസേക്കില, എൻ്റെ അടയാളങ്ങളെ ധരിക്കുന്നവൻ പോലും, താനി ഉത്സൃജ്യ അവയെ ഉപേക്ഷിച്ചിട്ട്, മാം ശരണം പ്രജ ഇതി ത്വാം, അതായത് എന്നെ ശരണം പ്രാപിക്കണം. ഈ പൗണ്ഡ്രക വാസുദേവൻ ദൂതനെ പറഞ്ഞയച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുകയാണ്, എന്നെ വന്നിട്ട് ആശ്രയം പ്രാപിക്കണം എന്നുള്ളത്, എന്നെ ശരണം പ്രാപിക്കണം. ത്വാം, അങ്ങയോട് ദൂതൻ സഭയിൽ വെച്ച് സകലൈ ഹസിത ജഗാദ, എല്ലാവരും ചിരിച്ചു കളിയാക്കുന്നതിനിടയിൽ പറഞ്ഞു, ഈ ഭൂമിയിൽ അവതരിച്ച മഹാവിഷ്ണു ഞാനാണ്. നീയും എൻ്റെ അടയാളങ്ങളെ ധരിക്കുന്നുണ്ട് പോലും. അവയെ ഉപേക്ഷിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുക എന്നീ പ്രകാരം അങ്ങയോട് ദൂതൻ സഭയിൽ വെച്ച് എല്ലാവരും ചിരിച്ചു കളിയാക്കുന്നതിനിടയിൽ പറഞ്ഞു. പൗണ്ഡ്രക വാസുദേവന്റെ അഹങ്കാരം നോക്കൂ. ദൂതേ യാദവ സൈനികൈസ്ത്വം യാദോദൃശ്യവബുക്കില പൗണ്ഡ്രകീയം
താപേന വക്ഷസി കൃതാന്തമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ഠലപീതചേലം. ദൂതേ യാദവതി, ദൂതൻ പോയതിനു ശേഷം അഥ ത്വം, അവിടുന്ന് യാദവ സൈനികൈ, ഇതിക്കുള്ള യാദവന്മാരുടെ സൈന്യങ്ങളോട് കൂടിയിട്ട് അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ വക്ഷസി താപേന കൃതാംഗം അനൽപമൂല്യ ശ്രീകൗസ്തുഭം. വക്ഷസി, അപ്പൊ ഈ ശ്രീ പൗണ്ഡ്രക വാസുദേവനെ കാണുകയാണ്. പൗണ്ഡ്രക വാസുദേവനെ കണ്ടു ഭഗവാൻ. അപ്പോൾ കാണുമ്പോൾ എന്താ കാണുന്നത്? മാറത്തിൽ ശ്രീവത്സമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ചുട്ടു പഴിപ്പിച്ചിട്ട്, ഒരു ചട്ടകം ചുട്ടു പഴിപ്പിച്ചിട്ട് ശ്രീവത്സം അടയാളം ഉണ്ടാക്കിക്കണ്ണ ഈ പൗണ്ഡ്രക വാസുദേവൻ. എന്നിട്ട് കഴുത്തിൽ ഒരു കൗസ്തുഭമണിയെ പോലെയൊക്കെ ഒരു മണിയൊക്കെ ധരിച്ചിട്ടുണ്ട്. ശരിക്കും ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയിരിക്കുകയാണ്. പിന്നെ മകരകുണ്ഠല പീതചേലങ്കില, മകരകുണ്ഠലം കാതുകളിൽ മകരമത്സ്യത്തിൻ്റെ കുണ്ഠലം ധരിച്ചിരിക്കണു. പീതചേലങ്കില, പിന്നെ മഞ്ഞപ്പട്ടുടയാടി ചാർത്തിയിരിക്കണു, അത് കൊടുത്തിരിക്കണു എന്നുള്ളതാണ്. പൗണ്ഡ്രകീയം വപു ദദർശിത, ഈ പൗണ്ഡ്രകന്റെ ശരീരം ഭഗവാൻ കണ്ടു. ഇങ്ങനെ ഈ രൂപത്തിൽ കണ്ടു. ഭഗവാന്റെ അതേ രൂപം ഉണ്ടാക്കി ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ കണ്ടു. ദൂതൻ പോയതിനു ശേഷം അവിടുന്ന് യാദവ സൈന്യങ്ങളോട് കൂടി ചെന്ന് നോക്കിയപ്പോൾ മാറിടത്തിൽ പൊള്ളിച്ച ശ്രീവത്സ ചിഹ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും വളരെ വിലപിടിച്ച കൗസ്തുഭ രത്നത്തോട് കൂടിയതും മകര മത്സ്യാകൃതിയിലുള്ള കുണ്ഡലങ്ങളും മഞ്ഞപ്പട്ടം ധരിച്ചിട്ടുള്ളതുമായിട്ട് ഈ ശ്രീ പൗണ്ഡ്രകന്റെ ശരീരം കണ്ടു. ഇനി 4-ാമത്തെ ശ്ലോകം. കാളായ സംനിജ സുദർശനമസ്യ തോസ്യ കാലാനലോത്തര കിരേണ സുദർശനേന ശീഷം ച കർത്തിതമമർത്തിത ചാസ്യേനാം തന്മിത്ര കാശിവ ശിരോപി ച കർത്തകാശ്യാം. കാളായസം നിജ സുദർശനം, കാലിരുമ്പ് കൊണ്ടുണ്ടാക്കിയ തൻ്റെ സുദർശന ചക്രം. അസ്യ ശീർഷം, എറിഞ്ഞ ആ പൗണ്ഡ്രകന്റെ തല. ഭഗവാൻ അപ്പോൾ ആ സുദർശന ചക്രം എറിയാണ്. പൗണ്ഡ്രകന്റെ തല കാലാനലോത്തര കിരേണ സുദർശനേന ചകർത്തിത, കാലാഗ്നി ജ്വാലകൾ പൊഴിയുന്ന സുദർശന ചക്രം കൊണ്ട് അവിടുന്ന് അറുത്തു. ആ പൗണ്ഡ്രകന്റെ തല അറുത്തു. അസ്യ സേന ച മമർത്തിത, അവന്റെ സൈന്യത്തെയും തകർത്തു. തന്മിത്ര കാശിപശിര, അപ്പൊ അവന്റെ ഈ പൗണ്ഡ്രകന്റെ സുഹൃത്താണ് കാശിയുക്ത രാജാവ്. ആ സുഹൃത്ത്, അതായത് പൗണ്ഡ്രകന്റെ സുഹൃത്തായ കാശി രാജാവിന്റെ തലയും കാശ്യാം അഭിചകർത്ത, കാശിയിലും ആക്കി തീർത്തു. അപ്പൊ ആ കാശിയിലത്തെ രാജാവിന്റെ തലയും അർക്കിട്ട് കാശിയിലാക്കി തീർത്തു എന്നുള്ളതാണ്. കാലിരുമ്പ് കൊണ്ടുണ്ടാക്കിയ തൻ്റെ സുദർശന ചക്രം എറിഞ്ഞ് ആ പൗണ്ഡ്രകന്റെ തല കാലാഗ്നിജ്വാലകൾ പൊഴിക്കുന്ന സുദർശന ചക്രം കൊണ്ട് അവിടുന്ന് അറുത്തു. അവന്റെ സൈന്യത്തെയും തകർത്തു. പൗണ്ഡ്രകന്റെ സുഹൃത്തായ കാശി രാജാവിന്റെ തല കാശിയിലും ആക്കി തീർത്തു. ഇനി 5-ാമത്തെ ശ്ലോകം. ജായേന ബാലഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഗിരിരൂഢമതിച്ചിരം സായുജ്യമേവ ഭവ ഐക്യധിയാഗതോ കോ നാമ കസ്യ സുഹൃദം കഥമീത്യവേയാത്. ജായേന, അതായത് ബുദ്ധിശൂന്യതയാലും ബാലകഗിര അഭികില, കുട്ടികളെ വാക്കു കേട്ടതുകൊണ്ടും അഹം ഏവ ശ്രീവാസുദേവ ഇതി, ഞാൻ തന്നെയാണ് സാക്ഷാൽ വാസുദേവൻ എന്ന് ചിരം രൂഢമതി സ, വളരെ കാലമായിട്ട്, ചിരം എന്ന് പറഞ്ഞാൽ വളരെ കാലമായിട്ട്, മൂഢമതി ബുദ്ധി ഇല്ലാത്ത അവൻ, ബുദ്ധിയിൽ ഉറച്ചു വിശ്വസിച്ചിട്ടുള്ള സ, ആ പൗണ്ഡ്രക വാസുദേവൻ ഭവ ഐക്യതിയ, അവിടുന്ന് താനും ഒന്നാണ് എന്ന ഭാവനയാല് സായുജ്യം ഏവ ഗതാഭൂ, സായുജ്യ മുക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. കാരണം ഭഗവാൻ, ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് നടക്കലേർന്ന് ആ നടത്തൻകാരനാണ്. അപ്പോൾ ഈ ആത്മാവും പരമാത്മാവും ഒന്നായി എന്നുള്ളതാണ്. ഭഗവാൻ അവന് മുക്തി കൊടുത്തു എന്നുള്ളതാണ് പൗണ്ഡ്രക വാസുദേവന്. കസ്യ സുഹൃതം, ആരുടെ പുണ്യം, കഥം ഇതി, ഏത് വിധമാണ് എന്നുള്ളത്, ക നാമ അവേയത്, ആർക്കും അറിഞ്ഞുകൂടാ. ബുദ്ധിശൂന്യതയാലും കുട്ടികളുടെ വാക്കു കേട്ടതുകൊണ്ടും ഞാൻ തന്നെയാണ് സാക്ഷാൽ വാസുദേവൻ എന്ന് വളരെ കാലമായിട്ട് ബുദ്ധിയിൽ ഉറച്ചു വിശ്വസിച്ചിട്ടുള്ള
ആ പൗണ്ഡ്രക വാസുദേവന് അവിടുന്നും താനും ഒന്നാണ് എന്ന ഭാവനയാൽ സായുജ്യമുക്തിയെ തന്നെ പ്രാപിച്ചു. ആരുടെ പുണ്യം ഏത് വിധമാണ് എന്ന് ആരാണ് അറിയുക? ആർക്കും അറിഞ്ഞുകൂടല്ലോ. ഇനി 6ാമത്തെ ശ്ലോകം. കാശീശ്വരസ്യ തനയോത സുദക്ഷിണാഖ്യ സർവം പ്രബോധ ഭവദേവീതാപിചാര കൃത്യാനലം തമപി ബാണരണാതിഭീതേ ഭൂതൈ കഥഞ്ജന വൃതൈ സമമഭ്യമുഞ്ച. അഥ സുദക്ഷിണാഖ്യ കാശീശ്വരസ്യ തനയ. അനന്തരം കാശി രാജാവിൻ്റെ പുത്രൻ. ആരാണ് കാശി രാജാവിൻ്റെ പുത്രൻ? സുദക്ഷിണൻ. ഈ സുദക്ഷിണന് ദേഷ്യം വന്നു, ഇവനെ അച്ഛനെ കൊല്ലുക കാരണം. സർവം പ്രപൂജ്യ. അപ്പോൾ ഈ സുദക്ഷിണൻ ശിവനെ പൂജിച്ചിട്ട് പ്രീതിപ്പെടുത്തുകയാണ്. ഭവതേ ഭീതാവിചാര. അപ്പോൾ ആഭിചാരം ചെയ്തിട്ട് കമവി കൃത്യാനലം. അപ്പോൾ ആഭിചാരത്തിൽ നിന്നും കൃത്യ എന്ന് പറഞ്ഞിട്ട് ആ അഗ്നിജ്വലയിൽ നിന്നൊരു കൃത്യ ഉണ്ടാവുകയാണ്. അഗ്നി ജ്വലിപ്പിച്ചും കൊണ്ടുള്ള ഒരു കൃത്യ. ബാണരണാതിഭീതേ. അപ്പോൾ ഈ ബാണയുദ്ധത്തിൽ ഉണ്ടായില്ലോ, നമ്മൾ പഠിച്ചോലോ. അതിൽ ശിവന്റെ ഭൂതഗണങ്ങളൊക്കെ ഭഗവാന്റെ ചക്രം കണ്ടുകണ്ടിട്ട് മോഹാത്സ്യത്തിൻ്റെ ചക്രം കണ്ട് ശിവൻ മോഹാത്സ്യപ്പെട്ടപ്പോൾ ആ ഭൂതഗണങ്ങളൊക്കെ ഓടി ഒളിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഭൂതഗണങ്ങളെ ആ ഭൂതഗണങ്ങളെ വീണ്ടും വിളിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഓടി പോയിട്ട് ഒളിച്ചിട്ടുള്ളത് കഥഞ്ജന വൃതൈ ഭൂതൈ സമം അഭ്യമുഞ്ചത്. അപ്പോൾ ആ ഭൂതങ്ങളെ വീണ്ടും സഹായത്തിന് വിളിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് അവരൊക്കെ കൂടിയിട്ട് ഭഗവാന്റെ നേരെ പാഞ്ഞടുക്കുകയാണ്, പറഞ്ഞയച്ചു. അനന്തരം കാശി രാജാവിൻ്റെ സുദക്ഷിണൻ എന്നു പേരായ പുത്രൻ കാശി വിശ്വനാഥനെ സേവിച്ച് അവിടുത്തെ പേരിൽ ആഭിചാരം ചെയ്തിട്ട് കൃത്യ എന്നു പേരുള്ള അഗ്നിജ്വാലാരൂപിണിയായ ഒരു ദുർമൂർത്തിയെ ബാണയുദ്ധത്തിൽ ഏറ്റവും ഭയപ്പെട്ടിട്ടുള്ളവരും പ്രയാസപ്പെട്ട് കൂട്ടുകാരാക്കപ്പെട്ടവരുമായ ശിവഭൂതങ്ങളോടുകൂടി അങ്ങയുടെ നേർക്ക് പറഞ്ഞയച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. താലപ്രമാണചരണാമഖിലം ദഹന്തീം കൃത്യാം വിലോക്യ ചകിതൈ കഥിതോപി പൗരേ ദ്യൂതോസവേ കിമപി നോ ചലിതോ വിഭോത്വം പാശസ്തമാസു വിസസഗ്നിധകാലചക്രം. താലപ്രമാണ ചരണം. അപ്പോൾ ഈ കൃത്യയുടെ ചരണം, കാലുകൾ കണ്ടാൽ എങ്ങനെയാണ്? കണ്ടു കഴിഞ്ഞാൽ കരിമ്പനയാണ് തോന്നും, അത്ര വലിയ കാലോളാണ്. അഖിലം ദഹന്തീം കൃത്യാം വിലോക്യ. സകലം ദഹിപ്പിക്കുന്ന കൃത്യയെ കണ്ടിട്ട് ചകിതൈ പൗരൈ കഥിത അഭി. പേടിച്ച് പുരവാസി. അപ്പോൾ അവിടുത്തെ പുരവാസികളൊക്കെ ഈ കൃത്യം കണ്ട് പേടിച്ചു എന്നുള്ളതാണ്. വിഭോ. അപ്പോൾ ഭഗവാനെ, അല്ലയോ ഭഗവാനെ, ത്വം യൂതോസവേ കിമപിനോ ചലിത. അപ്പോൾ ഭഗവാൻ അവിടെ ഇരുന്ന് ചൂത് കളിക്കുകയാണ്, അവിടുന്ന് ഇളകിയതേ ഇല്ല എന്നുള്ളതാണ് ഭഗവാൻ. ആശു പാശസ്തം കാലചക്രം വിസസർജിത. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ അടുത്തുള്ള ആ സുദർശന ചക്രത്തെ പറഞ്ഞയച്ചു. ഈ കൃത്യയെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ സുദർശന ചക്രം എറിഞ്ഞു എന്നുള്ളതാണ്. കരിമ്പനിയുടെ വലിപ്പമുള്ള കാലുകളോട് കൂടിയ സകലവും ദഹിപ്പിക്കുന്ന കൃത്യയെ കണ്ടിട്ട് പേടിച്ച പുരവാസി ജനങ്ങൾ പാഞ്ഞു ചെന്നു പറഞ്ഞുവെങ്കിലും ഭഗവാനെ അവിടുന്ന് ചൂതുകളിയിൽ നിന്ന് തെല്ലും ഇളകിയില്ല. ഉടനെ തന്നെ അടുക്കൽ നിന്നിരുന്ന സുദർശന ചക്രത്തെ അയച്ചു. ഇനി 8ാമത്തെ ശ്ലോകം. അഭ്യാവതത്യവിദധാംനി ഭവൻ മഹാസ്ത്രേ ഹാഹേതി വിദ്രുതവതി ഖലു ഘോരകൃത്യ രോഷാസു ദക്ഷിണമദക്ഷിണ ചേഷ്ടിതം തം പുപ്ലോഷചക്രമപി കാശിപുരീമധാക്ഷ്യേ. അമിതധാംനി. അളവറ്റ തേജസ്സോട് കൂടിയ ഭവൻ മഹാസ്ത്രേ. അവിടുത്തെ സുദർശന ചക്രം അഭ്യാപതേ. നേരെ പാഞ്ഞു ചെന്നപ്പോൾ ഘോരകൃത്യ. ആ ഭയങ്കരയായ കൃത്യ ഹാ ഹാ ഇതി വിദ്രുതവതി. അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചിട്ട് തിരിച്ചോടി ചെന്നിട്ട് രോഷ അദക്ഷിണ ചേഷ്ടിതം തം സുദക്ഷിണം ഖലു പുപ്ലോഷ. ദുഷ്ടപ്രവൃത്തി ചെയ്ത ആ സുദക്ഷിണത്തിന് തന്നെ കോപത്താൽ ദഹിപ്പിച്ചു. അപ്പോൾ ഈ സുദക്ഷിണാണല്ലോ ഈ കൃത്യയെ പറഞ്ഞത്. അപ്പോൾ ദേഷ്യം വന്നിട്ട് പിന്നാക്കം തന്നെ ഓടിച്ചെന്നിട്ട് ഈ സുദക്ഷിണനെ ദഹിപ്പിച്ചു എന്നുള്ളതാണ്. കൃത്യനെ സുദക്ഷിണനെ വധിച്ചു, കൊന്നു, ദഹിപ്പിച്ചു കളഞ്ഞു അഗ്നിയിൽ. ചക്രം കാശീപുരിം അഭി
അദാക്ഷീത. സുദർശന ചക്രമാകട്ടെ എന്താ ഉണ്ടായത്? കാശി രാജധാനിയെയും ദഹിപ്പിച്ചു. അപ്പോൾ ആ ചക്രം പോയിട്ട് കാശി രാജധാനി ദഹിപ്പിച്ചു കളഞ്ഞു. അളവറ്റ തേജസ്സോട് കൂടിയ അവിടുത്തെ സുദർശന ചക്രം നേരെ പാഞ്ഞു ചെന്നപ്പോൾ ഭയങ്കരിയായ കൃത്യ അയ്യോ അയ്യോ എന്ന് നിലവിളിച്ച് തിരിച്ച് ഓടി ചെന്നിട്ട് ദുഷ്ടപ്രവൃത്തി ചെയ്ത ആ സുദർശനത്തെ തന്നെ കോപത്താൽ ദഹിപ്പിച്ചു. സുദർശനം കാശി രാജധാനിയെയും ദഹിപ്പിച്ചു. ഇനി 9ാമത്തെ ശ്ലോകം. സഖലുവിദോ രക്ഷോഘാരേ കൃതോപകൃതി പുരാ തവ തു കലയാ മൃത്യും പ്രാപ്തും തഥാ ഖലതാം ഗതാ നരകസഖിവോ ദേശക്ലേശം സൃജന്നഗരാന്തികേ ചടിതി ഹലിനായുധ്യന്നഥ പപാദതലാഹത. പുരാ രക്ഷോഘാതേ കൃതോപകൃതി. പുരാ എന്ന് പറഞ്ഞാൽ പണ്ട് ത്രേതായുഗത്തിൽ. രക്ഷോഘാതേ കൃതോപകൃതി. രാവണാദി രാക്ഷസന്മാരെ വധിച്ച കാലത്ത് ഇപ്രകാരം ചെയ്തിട്ടുള്ള രാമായണ പ്രസിദ്ധമായ സഖലു വിവിധ. ആ വിവിധ എന്ന വാനരൻ, ഒരു വാനരനാണ് വിവിധൻ. ആ വിവിധൻ രാമായണ കഥയിൽ സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു. ആ വിവിധനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തഥാതു ആ ദ്വാപരയുഗത്തിലാകട്ടെ തവ കലയാ മൃത്യും പ്രാപ്തും. അങ്ങയുടെ കലയാ, അതായത് ബലരാമന്റെ കൈകൊണ്ട് മൃത്യു കൈവരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഖലദ ഗത ദുഷ്ടനായി ഭവിച്ചിട്ട് നരകസഖിവ നരകാസുരന്റെ മന്ത്രിയായി തീർന്നിട്ട്. അപ്പൊ ഈ വിവിധ ഇതിൽ അന്ന് സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു. ഈ ജന്മത്തിൽ ദ്വാരക യുഗത്തിൽ ആരുടെ മന്ത്രിയായി? നരകാസുരന്റെ മന്ത്രിയായിട്ട്. ദേശക്ലേശം സൃജൻ, നാട്ടുകാർക്കൊക്കെ ക്ലേശം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഈ വിവിധ. നഗരാന്തികേ ചടിതി, ദ്വാരകാപുരിയിൽ അടുത്ത ചെന്ന് പെട്ടെന്ന്, ചടിതി എന്ന് പെട്ടെന്ന്, ഹരിനായുദ്ധൻ അതായത് ബലരാമനുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് തലാഹത അർത്ഥാപപാത കൈകളെ കൊണ്ടുള്ള അടി കൊണ്ട്, അതായത് ബലരാമൻ കൈകൊണ്ട് ഒരൊറ്റ അടിയടി കൊടുത്തു കഴിഞ്ഞപ്പോൾ വിവിധം ചത്തു എന്നുള്ളതാണ്. വീണു പോവുകയും ചെയ്തു. പണ്ട് ത്രേതായുഗത്തില് രാവണാദി രാക്ഷസന്മാരെ വധിച്ച കാലത്ത് ഉപകാരം ചെയ്തിട്ടുള്ള രാമായണ പ്രസിദ്ധനായ ആ വിവിധൻ എന്ന വാനരൻ ആ ദ്വാപരയുഗത്തിലാകട്ടെ അങ്ങയുടെ അംശാവതാരമായ അംശാവതാരത്താൽ മരണം അടയുവാൻ വേണ്ടിയിട്ട് ദുഷ്ടനായി ഭവിച്ചു. നരകാസുരന്റെ മന്ത്രിയായി തീർന്ന നാട്ടുകാർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും ദ്വാരകാപുരിയുടെ അടുക്കൽ ചെന്ന് പെട്ടെന്ന് ബലരാമനുമായി ഏറ്റുമുട്ടി കൈകളെ കൊണ്ടുള്ള അടി കൊണ്ട് ശരിക്കും വീണു പോവുകയും ചെയ്തു. അങ്ങനെ മോക്ഷപ്രാപ്തി കിട്ടി എന്നുള്ളതാണ് വിവരണം. ഇനി 10ാമത്തെ ശ്ലോകം. സാപം കൗരവ്യപുത്രേ ഹരണനിയമിതം സാന്ത്വനാർത്ഥേ കുരൂണാം യാദത്തത്വാക്യരോഷോ ധൃതകരിനഗരോ മോചയാമാസ രാമ തേ ഖാത്യാ പാണ്ഡവേയൈ ഇതേതു പൃതനാം നാമുജസ്ത്വാം തദാനീം തം ത്വാം ദുർബോധലീലം പവനപുരപദേ താവശാന്ത്യൈ നിഷേവേ. കൗരവ്യപുത്രേ, ദുര്യോധന പുത്രിയായ ലക്ഷണയെ. അപ്പോൾ ദുര്യോധനന്റെ പുത്രിയുടെ പേരാണ് ലക്ഷണ. ഹരണനിയമിതം സാമ്പം, അപഹരിച്ചപ്പോൾ ബന്ധനത്തിൽ ആയിപ്പെട്ട സാമ്പൻ. സാമ്പനെ ഒരു സാമ്പൻ അപഹരിക്കാൻ വന്നു. ആരെ? ഈ ദുര്യോധന പുത്രിയായിട്ട് ലക്ഷണ. അപ്പോൾ ആ ലക്ഷണയെ അപഹരിക്കാൻ വന്നപ്പോൾ അവര് ഈ സാമ്പനെ തടവിലാക്കി എന്നുള്ളതാണ്. രാമ കുരൂണ സാന്ത്വനാർത്ഥി യാത. അപ്പോൾ ബലരാമൻ ഈ കൗരവരുടെ വേണ്ടപ്പെട്ട ആളാണല്ലോ, ദുര്യോധനന്റെ കൂട്ടുകാരനാണ് ഈ ബലരാമൻ. അപ്പോൾ ബലരാമൻ അവിടെ പോയിട്ട് അനുനയിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കാൻ ചെന്നു. തത്വാക്യ അങ്ങയുടെ അവന്റെ ദുർവാക്ക് കേട്ടിട്ട് രോഷോ ധൃത കരിനഗര കോപിക്കുകയാ ഹസ്തിനപുരം തകർക്കാൻ ഒരുങ്ങി മോചയാമാസ സാമ്പനെ വിടുവിച്ചു. അപ്പോൾ ഈ ബലരാമൻ ചെന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ സാമ്പനെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. ഈ സാമ്പന ആരാണെന്നറിയോ? ശ്രീകൃഷ്ണ ഭഗവാന് ജാമ്പവതിയിൽ ജനിച്ച പുത്രനാണ് സാമ്പൻ. തേ എന്ന് പറഞ്ഞാൽ ആ കൗരന്മാരെ പാണ്ഡവേയെ ഖാത്യ ഇത് പാണ്ഡവന്മാരെ കൊണ്ട് കൊല്ലിക്കണം.
എന്ന് കരുതിയിട്ട് തദാനി ത്വം യദു കൃതനാം ന അമുച, അപ്പോൾ നിന്നുരടി യാദവ സൈന്യത്തെ അയച്ചില്ല. പവനപുരപദേ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വാം താപശാന്തി നിഷേവേ, അങ്ങ് എന്നെ കാത്തു രക്ഷിക്കണമേ. അത് ആരാ പറയണത്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പനോട് പറയണം, അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ ഈ താപശാന്തി വരുത്തണേ, എനിക്ക് ഈ സങ്കടങ്ങളെല്ലാം തീർത്ത് തരണേ, എൻ്റെ രോഗമുക്തി തരണേ എന്നൊക്കെ ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭഗവാനോട് ഗുരുവായൂരപ്പനോട് അഭ്യർത്ഥിക്കുന്നതാണ്. ദുര്യോധനപുത്രിയായ ലക്ഷണയെ അപഹരിച്ചപ്പോൾ ബന്ധനത്തിലാക്കപ്പെട്ട സാമ്പനെ ബലഭദ്രൻ കൗരവന്മാരെ പറഞ്ഞു സമാധാനിപ്പിക്കുകയാൽ ചെന്ന് അവരുടെ ദുർവാക്ക് കേട്ട് കോപിക്കുകയാൽ ഹസ്തിനപുരം തകർക്കാൻ ഒരുങ്ങി. അപ്പോൾ അവർ സാമ്പവനെ വിടുവിച്ചു. ആ കൗരവന്മാരെ പാണ്ഡവന്മാരെ കൊണ്ട് കൊല്ലിക്കണം എന്ന് കരുതിയിട്ട് അപ്പോൾ അവിടുന്ന് യാദവ സൈന്യത്തെ അയച്ചില്ല. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസപ്പെട്ട ലീലകളോട് കൂടിയാൽ നീ തിരുവടിയെ സങ്കടങ്ങൾ തീരാൻ വേണ്ടി ഞാൻ ഭജിക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജാമ്പവതിയിൽ ജനിച്ച പുത്രനാണ് സാമ്പൻ. ദുര്യോധനന്റെ പുത്രിയാണ് ലക്ഷണ. സാമ്പൻ ലക്ഷണയെ കല്യാണം കഴിച്ചു. അപ്പോൾ അവർ വിട്ടുകൊടുത്തു. സാമ്പനെ വിട്ടുകൊടുത്ത സമയത്ത് ലക്ഷണയെയും വിട്ടുകൊടുത്തു. അവർ രണ്ടാളും തിരിച്ചു പോരാണ്. ബലരാമൻ ഹസ്തിനപുരം തകർക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടുപേരും ഈ വിട്ടുകൊടുത്തു. അപ്പോൾ രണ്ടുപേരും തിരിച്ചു പോന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്നിച്ചു പഠിക്കാം. ദശകം 83 പൗണ്ഡ്രകവധവും വിവിധവധവും. രാമേ ച ഗോകുലഗതേ പ്രമദാ പ്രസത്തെ ഭൂതാനുപേദയമുനാദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം ന്യയുക്ത തവ പൗണ്ഡ്രകവാസുദേവ. നാരായണോ ഹമവതീന ഇഹാസ്മി ഭൂമൗ ധർസേ കില ത്വമിമാമപലക്ഷണാനി ഉത്സൃജ്യതാനി ചരണം മൃജമാമിതി ത്വാം ദൂതോ ജഗാദ സകലേ ഹസിത സഭായാം. ദൂതേകയാദവലിയാദവ സൈനികൈസ്ത്വം യാദോ ദദർശി തവ ഉക്കില പൗണ്ഡ്രകീയം. താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ഡലപീതചേലം. കാളായുസം നിജസുദർശനമസ്യ ദോസ്യാം കാലാനലോത്കരകിരീട സുദർശനേന. ശേഷം ച കർത്തിതമമർത്തിത ചാസ്യ സേനാം തന്മിത്രകാശിവ ശിരോപി ച കർത്തകാശ്യാം. ജാലേന ബാലഗിരാവികിലാഹം മേവാം ശ്രീവാസുദേവി നിരൂഢമധിഷ്ഠിരൻ സായുജ്യമേവ ഭവ ഐക്യധിയാഗതോ ഭോ കോ നാമ കസ്യ സുഹൃദം കഥമിത്യവേയാൽ. കാശീശ്വരസ്യ തനയോദ സുദക്ഷിണാഖ്യ സർവം പ്രപൂജ്യ ഭവദേവിതാഭിചാര. കൃത്യാനരം തമവിപാണരണാദിഭീതേ ഭൂതൈകദഞ്ജനവൃതൈ സമമഭ്യമുഞ്ജ. താലപ്രമാണചരണാമഖിലം ദഹന്തീം കൃത്യാം വിലോക്യ ചകിതൈകഥിതോऽപി പൗരൈ. ദ്യൂതോത്സവേ കിമപി नो चलितो विभोक्तं पाशस्तमासु विससर्जितकालचक्रम्. अभ्यावतत्यमिदधाम्नि भवन्महास्त्रे हाहेलि विद्रवदे कल्घोरकृत्या. रोषासु दक्षिणमदक्षिणचेष्टिदं तं पुप्लोषचक्रमपि काशीपुरीमसाक्षी. सकल विविधो रक्षो काले कृतोपकृति पुरा तव तु कलया मृत्युं प्राप्तुं तदा कलतां गता. नरक सजीवो देशक्लेशं सृजन्नगरान्तिके झटिति हलिनायुध्यन्नथा पपाततलाहता. साम्बं गौरव्यपुत्री हरणनियमितं सान्त्वनार्थी कुरूणां. यादतत्पाक्यरोषो धृतकरिनगरो मोचयामास राम. ते खाद्या पाण्डवेयै इति यदुकृतनां नामुदस्त्वं तदानीं तं त्वां दुर्बोधलीलं पवनपुरपदे तापशान्त्यै निषेवे. श्रीहरे नमः. गोपिका जीवनस्मरणं
ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഹരി ഓം തത്സത്. ഇനി അടുത്ത ദശകം 84 അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ നാരായണീയ വായന ഇവിടെ അവസാനിച്ചു. അടുത്ത നാരായണീയ വായനയായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും. അതുവരെയ്ക്ക് എല്ലാവർക്കും